സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ശരീരത്തിലെ എല്ലാ രോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചേ. പലവിധ രോഗങ്ങളും ശരീരത്തിൻ്റെ ചില പീഡകളുമൊക്കെയായി പലരും ഇപ്പോൾ ഈ ശുശ്രൂഷയിലുണ്ടല്ലോ. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, നിൻ്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ഈശോയുടെ സാന്നിധ്യം പ്രവർത്തിക്കുമ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഉത്തരം കിട്ടും, എല്ലാ പീഡകൾക്കും ഉത്തരം കിട്ടും. ഓൺലൈൻ പങ്കെടുക്കുന്നവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങൾ അത്ഭുതകരമായിട്ട് നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ, ശരീരത്തിൽ വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളെയും ഭാരങ്ങളെയും അസ്വസ്ഥതകളെയും ഈശോയ്ക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ഉള്ളിലുള്ള, ഒരുപക്ഷെ പുറത്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം സുഖകരമായി പോകുന്നുവെന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കുറേ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതൊന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള ചില സംഭവങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഓർക്കും തോറും എനിക്ക് ഭാരം തോന്നുന്നു. ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, ചില ഇന്നലകളിലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ചില വ്യക്തികളോടുള്ള ഇടപെടൽ മൂലം നമുക്കുണ്ടായ ചില വെറുപ്പും വിരോധവും അസ്വസ്ഥതയും, ആ മേഖലകളെ ഒന്ന് സമർപ്പിച്ചേ. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈശോയുടെ സ്നേഹമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറയണമേ, എൻ്റെ വികാര വിചാരങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു സമ്മാനമായിട്ട് ഈ വചനം നൽകുകയാണ്. ഈശോ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ നയപ്രഖ്യാപനം പോലെ ഈശോ ആദ്യം പറഞ്ഞ സെന്റൻസ് ആണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഇതൊരു നല്ല സൂത്ര പരിപാടിയാണ്. എന്താണെന്നറിയാവോ? ഇപ്പൊ പറഞ്ഞ ഈ വചനം ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ സ്വയം പറയണം. എന്തിനാ ഇങ്ങനെ പറയണമെന്നറിയോ? ഇങ്ങനെ പറയുന്നതനുസരിച്ച് നമ്മളെ പീഡിപ്പിക്കുന്ന തിന്മ വിട്ടുപോകും. നമ്മളെ ദുരാത്മാവ് പലതരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കും, പല രീതികളിൽ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം പറയണം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഇങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ച് രോഗസൗഖ്യം, ശാരീരികമായിട്ടുള്ള മേഖലകളിൽ വിടുതൽ, അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ടുള്ള ഡെലിവറൻസും നമുക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ട് പറഞ്ഞേ. അപ്പൊ ഈശോ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മണ്ണിലേക്ക് കാല് ചവിട്ടിയിട്ട് ഈ ലോകത്തോട് വിളിച്ചു പറയാണ്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുക മാത്രമല്ല, നെക്സ്റ്റ് സെന്റൻസ് എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അടുത്തത് എന്താണ്? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അനോയിന്റിങ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ കൃപയാണ് അഭിഷേകം. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്, അഭിഷേകം ലഭിക്കുന്നത് ആ വ്യക്തിയുടെ കൊച്ചു സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ വ്യക്തിയിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിനക്ക് പരിശുദ്ധാത്മാവ്? സുവിശേഷം പ്രസംഗിക്കാനാണ്, സുവിശേഷം ജീവിക്കാനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുള്ള വ്യക്തി വചനം പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 4-ാം അധ്യായം 18-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്,
ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ്? ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ബന്ധിതർക്ക് മോചനം. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ചില ബന്ധനങ്ങൾ ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? അന്ധർക്ക് കാഴ്ച, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീയ അന്ധകാരം, അത് ഉള്ളിലാണ്. അടുത്തത് പറയുന്നു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ, പുറമേ കാണുന്നതല്ല നമ്മുടെ ഒറിജിനൽ അവസ്ഥ. പുറമെയുള്ളതിനേക്കാളും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷ മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പുറത്തല്ല, അകത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് അകത്തുള്ള വികാരങ്ങളും അകത്തുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ചിരിക്കുന്നു. മുഖം വീർപ്പിച്ചിരിക്കുന്നു. ഉടനെ തന്നെ ഭർത്താവിന് എന്തു മനസ്സിലാവണം? കടന്നൽ കുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആണോ? അല്ല, ഭാര്യയുടെ ഉള്ളിൽ എന്തോ കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ് ഈ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ആ കാര്യം അറിയണം, അതിലാണ് നിന്റെ വിജയം ഇരിക്കുന്നത്. മനസ്സിനെ പഠിക്കണം. നിന്റെ കൂടെയുള്ള വ്യക്തികളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയണം. പുറം നോക്കി നമ്മൾ വിധിക്കരുത്. പലപ്പോഴും നമ്മൾ ഒരാളെ വിധിക്കുന്നത് പുറമേ കണ്ടിട്ടാണ്. ഒരാളുടെ നടപ്പും ചിരിയും വർത്തമാനവും കാണുമ്പോൾ അയ്യോ എന്നാ രസമാണല്ലേ. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ഇടവകപ്പള്ളി ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ഇടവകയിലുണ്ടല്ലോ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ആത്മഹത്യ നടന്നച്ചാ. അച്ഛനും വായിച്ചിട്ടുണ്ടാവും, പത്രത്തിലൊക്കെ വന്ന് വാർത്തയൊക്കെ ആയിരുന്നു. അച്ഛാ അയ്യോ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. ചോദിച്ചു വന്നപ്പോഴത്തേക്കൊരു ഭാര്യയും ഭർത്താവും. ഇവരാ ഇടവകയിലെ മാതൃകാ ദമ്പതികളെന്നാണ് വികാരിയച്ഛൻ പറഞ്ഞത്. അച്ഛാ എല്ലാ ദിവസവും അവർ ബൈക്കിലാണ് പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. രണ്ടുപേരും കൂടെ ബൈക്കേലിരുന്ന് വരുന്ന വരവ് കണ്ടാൽ അച്ഛാ നാട്ടുകാർക്ക് കുശുമ്പ് തോന്നും. അയ്യോ എന്ന വരവാണെന്നറിയോ അച്ഛാ. ഇവിടത്തെയുള്ള എല്ലാ പ്രവർത്തികളിലും അവർ വളരെ ആക്റ്റീവാണ്. മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള സാംസ്കാരികമായ കാര്യങ്ങളിലൊക്കെ ഹസ്ബൻഡും വൈഫും വളരെ ആക്റ്റീവാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അവരുടെ നടപ്പ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവർക്ക് പോലും അസൂയ തോന്നും. കാരണം കല്യാണം കഴിക്കാൻ കൊതി തോന്നും. അതുപോലെയാണ് ചക്കരയും അടയും പോലെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അച്ഛാ അവർ ആത്മഹത്യ ചെയ്തച്ചാ. ഞാൻ ചോദിച്ചു എന്താ കാരണം? അച്ഛാ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് പുറത്താരോടും പറഞ്ഞില്ല. അവർ ഈ ചിരിച്ചു നടന്നപ്പോഴും അവർ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴും സത്യത്തിൽ അവർ വലിയ തീക്കകത്തായിരുന്നു. പുറത്തു പറഞ്ഞില്ല. അച്ഛാ അവരുടെ ഉള്ളിലെ അപമാനഭാരം സഹിക്കാൻ വന്നിട്ട് അവർ ആത്മഹത്യ ചെയ്തു. ദേ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുടെ പുറമേയുള്ള നടപ്പും വസ്ത്രധാരണവും അവരുടെ വണ്ടിയും വീടും കണ്ട് വിലയിരുത്തണ്ട. മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളു പഠിക്കാൻ ശ്രമിക്കണം. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വളരെ പ്രത്യേകിച്ച് കുടുംബങ്ങൾ ജീവിക്കുന്നവരെ ഭാര്യമാര് ഭർത്താവിൻ്റെ ഉള്ളറിയാൻ ശ്രമിക്കണം. അതേന്ന് അങ്ങനെയാണെങ്കിൽ എന്തോരം പ്രശ്നങ്ങൾ തീരുമെന്നറിയോ? നാളുകൾക്ക് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു ഭർത്താവ് മദ്യപാനിയാണ്. ഭാര്യയുടെ പരാതിയാണ്, അച്ഛാ കുടിയനാണ് കുടിയൻ. പറഞ്ഞ് ഞാൻ മടുത്തച്ഛാ. ഞാൻ ചോദിച്ചു ഈ സഹോദരിയോട്, ഭർത്താവിനോട് സംസാരിക്കാറുണ്ടോ? എന്നാ സംസാരിക്കാനാ? ഈ കുടിച്ചു വരുന്ന ഈ മനുഷ്യനോട് എന്നാ സംസാരിക്കാനാ? ഞാൻ മടുത്തു. ഞാൻ ഈ ഭർത്താവിനെ കുറച്ച് ദിവസം ഈ ധ്യാന മന്ദിരത്തിൽ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നിർത്തി. അദ്ദേഹം അത്യാവശ്യം നോർമൽ സ്റ്റേജിലൊക്കെ എത്തിയപ്പോൾ ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കുറേ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ചെറുപ്പത്തിൽ അപ്പൻ മരിച്ചുപോയി. അപ്പൻ്റെ മരണം ഇദ്ദേഹത്തെ താങ്ങാൻ പറ്റിയില്ല. വിഷം കഴിച്ചാണ് അപ്പൻ മരിച്ചത്. ആ മരണത്തോടുകൂടി വല്ലാത്ത ഭാരം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വന്നു. ചെറുപ്പത്തിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥ. ഇദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയാം, അച്ഛാ ഞാൻ മദ്യപാനം ആരംഭിച്ചത്
ആ ഒറ്റപ്പെടലിൽ നിന്നും എൻ്റെ അപ്പൻ്റെ മരണം എന്നിൽ ഏൽപ്പിച്ച വിഷമത്തിൽ നിന്നൊക്കെ മറികടക്കാനാണ്. പക്ഷേ അതാരും ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. അച്ഛനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത്. എന്നെ ഭാര്യ കുറ്റപ്പെടുത്തും, എൻ്റെ മറ്റുള്ളവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തും. എൻ്റെ ഉള്ളിലുള്ള വിഷമം ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല. ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യപാനം മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾക്കൊക്കെ അടിമകളായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുടെ ഉള്ളിലുള്ള അവസ്ഥ വചനം പഠിപ്പിക്കുന്നു. തടവിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതരായിട്ടുള്ളവർക്ക് സ്വാതന്ത്ര്യം, അന്ധരായിട്ടുള്ളവർക്ക് കാഴ്ച. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ദിവസത്തെ വലിയ സമ്മാനമാണിത്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളൊക്കെ അടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. കണ്ണുകളടച്ച് കൈയടിച്ചേ. കർത്താവെ, ഇപ്പോൾ തന്നെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു അടയാളം നൽകി എന്നെ അനുഗ്രഹിക്കണേ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാടാം. ആമേൻ. കവിയണമേ. ചേർന്ന് നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ചു. ആമേൻ. പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ. ആമേൻ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പടികെ പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ. ആമേൻ. പരിശുദ്ധാത്മാവെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്തിടണേ. പഠിക്കേ. പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരിൽ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിറയണമേ. ആമേൻ. നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പഠിക്കേ. കവിയണമേ. ആമേൻ. എൻ ദേശമുണർന്നാൽ